എന്തോന്നാ രതീഷേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഫയൽ സെറ്റിൽ ചെയ്യണ്ടേ? എന്താ തമാശയാണെന്നാണ് വിചാരിക്കുക? ഞാൻ ഒരു കാര്യം പറയാം, ഉച്ചയ്ക്ക് മുമ്പ് ആ മിസ്സായ ബില്ലുകളെല്ലാം കണ്ടുപിടിക്കണം, എന്നിട്ട് എന്നെ വിളി. അല്ലെ കൂടുതലൊന്നും എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കണ്ട. അല്ല നിസ്സാരമായിട്ട് കാണുകയാണല്ലോ, എന്നിട്ട് വിളി. അവൻ ചെയ്യണ പണിയാണ് ഞാൻ ചെയ്യണമെന്നുള്ള ഒരു വിചാരവും ഇല്ല. എന്നിട്ട് ബില്ല് കണ്ടില്ല രവി സാറേ, ബില്ല് കണ്ടില്ല രവി സാറേ എന്ന് പറഞ്ഞു. എന്തോ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നേ? ആ രതീഷിന്റെ കാര്യം തോറ്റ അവനെ കൊണ്ട്. ആ അതന്നെ അവരും പറയണം. ഒന്നുമില്ല. അച്ഛനെ കാണാൻ ആരോ ഫ്രണ്ട് വന്നിരിക്കുന്നു. ആര്? എന്തോ മണികണ്ഠൻ എന്തോ ഒരു പേര് പറഞ്ഞു. മണികണ്ഠനാ? അതാര്? എനിക്ക് തന്നെ അറിയാം, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. മണികണ്ഠനാ? വാ മക്കളെ, അയാളൊരു എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ്. എക്സിക്യൂട്ടീവ് ഡ്രസ് തന്നെ. കയ്യിലൊരു ബാഗ് ഉണ്ടോ? ഉണ്ട്. അച്ഛൻ അറിയോ? അയ്യോ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞോ? പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റും. മോളെ നീ പോട്ടെ, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. എന്തോ ശരിയാവില്ല അച്ഛൻ, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നീ പോട്ടെ, ഞാൻ ഇവിടെ ഇല്ല. ഇതുവഴി എവിടെ പോയെന്ന് പറഞ്ഞു. ഇതുവഴി എവിടെ പോണത്? എന്തോ അച്ഛൻ മണ്ടനാ അച്ഛൻ, ഇതുവഴി എവിടെ പോണെന്ന്? എന്റെ പൊന്നു മോളെ, അയാൾ ഇപ്പൊ എന്നെ കണ്ടാൽ ശരിയല്ല, അത് പ്രശ്നമാവും. അപ്പോഴേ എന്ത് പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? സത്യം പറ. ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല. നീ പോയിട്ട് അയാളെ പറഞ്ഞു വിടാൻ നോക്കും. അതൊന്നും പറ്റൂല. ഇനിയിപ്പോ ഞാൻ മാറ്റി പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താന്ന് അയാൾ പറയും. അച്ഛന്റെ പെങ്കി മോളല്ലേ, പോടാ പോയിട്ടെ. ഇല്ല മോള് പോയിട്ട് അയാളെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ? അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് മിനിറ്റ് ഐഡിയ പറഞ്ഞോളാണ്. മോളെ ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ അച്ഛനെ ഒഴിവാക്കാൻ. അച്ഛൻ നാണല്ലേ അച്ഛാ എന്നെ ഇങ്ങനെ കള്ളം പറയാൻ പഠിപ്പിക്കാൻ? കള്ളം പറയാത്ത ഒരാള് അച്ഛൻ എന്ത് വേണം? ചെന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചൊന്ന് ഒഴിവാക്കി. നീ പോ. എനിക്കറിയാം അച്ഛന്റെ പൊന്നി പെങ്കി മോളല്ലേ. അതെ അച്ഛനെ വിളിക്കാൻ പോയിട്ട് ഇതെന്ത് വരാത്ത പിങ്കി? അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ റൂമിൽ ഇല്ല. റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇപ്പൊ ഇല്ല. എവിടെ പോണു? അയ്യോ അച്ഛൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞ ഇതെന്തോ വിശ്വാസം ഇല്ലാത്ത പോലെ. ഇവിടെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് കയറി പറഞ്ഞു. എവിടെ പോയാനിടയ്ക്ക്? അച്ഛൻ പറയാതെ ഒരിടത്തും അങ്ങനെ പോവില്ലല്ലോ. ഇല്ല, ഇപ്പൊ പുറത്തോട്ട് എവിടെയെങ്കിലും പോയി കാണൂലേ. അപ്പൊ ഉടനെ തിരിച്ചു വരില്ലേ? എന്തോ കേട്ടോ? ഉടനെ തിരിച്ചു വരില്ലേ? ഉടനെ തിരിച്ചു വരൂല. അല്ല രവിയേട്ടനെ വിളിച്ചിട്ടാണോ വന്നേ? ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ എപ്പോഴും വിളിക്കുമ്പോഴും റോങ് നമ്പർ എന്ന് പറഞ്ഞു. ഏട്ടാ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഏത് നമ്പറിൽ വിളിച്ച? നമ്പർ മാറി കാണുമായിരിക്കും. ഈ നമ്പറല്ലേ 9856482222? ഇത് അച്ഛന്റെ നമ്പർ തന്നെയാണ്. പിന്നെ ഇത് കിട്ടാത്തെ? ഒന്നോ രണ്ടോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കാണും. വാങ്ങാണെങ്കി പിന്നെ. അല്ല ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യും, ഒന്നുകൂടെ വിളിച്ചു നോക്കിട്ട് വന്നാ മതി. ഇപ്പൊ ചേട്ടൻ പുറത്ത് പോയതല്ലേ. വേറെ നമ്പർ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല ഇതേ ഉള്ളൂ. അല്ല ഏട്ടാ ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? വിളിച്ചിട്ട് കിട്ടിയില്ലാന്നല്ലേ പറഞ്ഞേ? ഞാൻ രവിച്ചേട്ടനെ ലാസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഈ അഡ്രസ് തന്നത്, അപ്പൊ ഞാൻ തപ്പി പിടിച്ചു തന്നു. അല്ല രവിയേട്ടനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ രവിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഡിസിഷൻ അറിയണം, അതിനാണ് വന്നത്. ഇനിയിപ്പോ രവിച്ചേട്ടനുള്ള സമയത്ത് ഞാൻ വരാം. ഞങ്ങൾ പറഞ്ഞേക്കാൻ വരുമ്പോ. ശരി. എന്ത് ഡിസിഷൻ? എടി എന്തടി അച്ഛൻ എവിടെ പോയത്? മണി, ഞാൻ എങ്ങും പോയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടി കള്ളി, അച്ഛൻ ഇവിടെ ഉണ്ടായിട്ട് എന്തെടി ഇല്ലാന്ന് പറഞ്ഞ പാവം ചേട്ടനായിരുന്നത്. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, അച്ഛൻ തന്നെ പറഞ്ഞ അങ്ങനെ പറയാം. ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലാന്ന് അയാൾക്ക് പറയാം. അത് മണി, ആ മണികണ്ഠനുണ്ടല്ലോ ഭയങ്കര ശല്യമാണെന്ന്. എപ്പം വന്നാലും ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും. നമ്മുടെ ഒരു പണിയും നടക്കൂല, ഭയങ്കര വർത്തമാനാണെന്ന്. വളരെ മോശമായി. വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെയാണ് പെരുമാറുന്നേ. എന്തോന്ന് മണി, ആവശ്യമില്ലാത്ത കാര്യമാണെന്ന്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണ് ഞാൻ ഉടനെ വരൂലേ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയെന്താ അറിയോ? രവിയേട്ടനോട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഡിസിഷൻ അറിയണമെന്നാണ്. ചുമ്മാ എനിക്കറിഞ്ഞു. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ ഒരു അർജന്റ് വർക്കിലായിരുന്നു. അവനെ കണ്ടാൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരുമായിരുന്നു. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് പറഞ്ഞ് ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് പോകൂടായിരുന്നു. അതല്ലേ മാന്യത? കണ്ടു കഴിഞ്ഞാൽ അവൻ പോവില്ല, അതല്ലേ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പണ്ട്. മാറ്റിയത് അത് എനിക്ക് ഓഫീസിൽ നല്ലൊരു തിരക്കുള്ള വർക്കുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചുമ്മാ ഇങ്ങനെ സമയം കളയുന്നല്ലാതെ ശല്യമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന്.
എന്ത് കാര്യം അയാള് രവിയേട്ടനോട് പറഞ്ഞത് ഡിസിഷൻ അറിയിക്കാനായിട്ട് വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല, അയാൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും പറയണത്, അത്രേ ഉള്ളൂ. ആ തന്നെ. അതേന്നെ മണി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തോ. ഓ തന്നെ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? അമ്മ സംതിങ് ഫിഷി.